മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ 1-2 പേര് ഇമെയിലിലൂടെയും യൂട്യൂബിലെ കമന്റിലൂടെയും എന്നെ അറിയിക്കുകയുണ്ടായി, സക്കീർ നായിക്കിനെ എതിർത്ത ഗോപാലകൃഷ്ണനെ അടുക്കുന്നു എന്ന്, ഗോപാലകൃഷ്ണനെ പൊളിച്ചടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 1-2 പ്രവർത്തകരും എഴുതുകയുണ്ടായി. ഇമെയിലായിട്ടും അയച്ചു, ഫോൺ വിളിച്ചും അറിയിച്ചു. ഞാനത് ഗോപാലകൃഷ്ണനെ പൊളിച്ചടക്കുന്നു എന്നുള്ളത് ഫേസ്ബുക്കിലുമുണ്ട്, അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ പൊളിച്ചെടുക്കാൻ പോകുന്നവർ പൊളിച്ചടുക്കിയതിനെ ഞാനെന്തിനാ മാറ്റാൻ പോകുന്നേ? യൂട്യൂബില് സക്കീർ നായിക്കിനെ കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലോകത്തില് അടുത്ത കാലത്ത് ഇന്ത്യൻ ഡിഫൻസ് ഇറക്കിയിരിക്കുന്ന റിപ്പോർട്ടില് സക്കീർ നായിക് ഈസ് നോട്ട് എ ടെററിസ്റ്റ്, ബട്ട് ഹീ ഈസ് ദ ബ്രീഡിംഗ് സെന്റർ ഓഫ് ടെററിസം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ തീവ്രവാദത്തിന്റെ എപ്പി സെന്റർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ പുറകെ നിൽക്കുന്ന ഹലാൽ ചിക്കൻ ഉണ്ടാക്കുന്ന തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത വേറൊരു വിഭാഗം മുസ്ലിം യുവാക്കള് ലോകത്തിലെ ഏത് മത നേതാവും കുറച്ചെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബുദ്ധൻ പഠിച്ചിട്ടുണ്ട്, ജൈനൻ പഠിച്ചിട്ടുണ്ട്, വർദ്ധമാന മഹാവീരൻ പഠിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു 13 വർഷം ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഒന്നും പഠിക്കാത്ത ഒരു വ്യക്തി കുറെയെങ്കിലും പഠിച്ച ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ മാത്രമാണ്. എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരു വ്യക്തിയുടെ ഉപദേശം കേട്ടുകൊണ്ട് ജീവിക്കുന്ന, ആ ഉപദേശം പ്രചരിപ്പിക്കുന്ന ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പ്രൊഫസർ ആയാലും അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്ന എന്തിനാ? സംവാദത്തിലൂടെ അയാൾക്കൊരു ഉദ്ദേശമുണ്ട്. കുറെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിം ആക്കിയിട്ട് മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുക, അതൊരു കച്ചവട ചരക്കാണ്. മുഹമ്മദ് നബിയെ വിൽക്കുക, ഖുർആൻ വിൽക്കുക, എന്നിട്ട് മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ വേഷം കെട്ടിച്ച് ഹിന്ദുക്കളുടെ പേരിട്ട് ചോദ്യം ചോദിപ്പിക്കുക. മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ പേരിട്ട് ഹിന്ദുക്കളുടെ വേഷം കെട്ടിച്ചിട്ട് ചോദ്യം ചോദിപ്പിച്ച് ആ ചോദ്യത്തിന് തനി വികൃതമായിട്ടുള്ള ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളുടെ കൊട്ടേഷൻ എടുത്ത് ഉത്തരം കൊടുക്കുക. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുക. തനിക്ക് ഉത്തരം കിട്ടിയത് കൊണ്ട് തനിക്ക് ഇസ്ലാം ആവാൻ താല്പര്യമുണ്ടോ ചോദിക്കുക. അയാൾ ഉടനെ താല്പര്യമുണ്ടെന്ന് പറയുക. ഒരു ചവിട്ട് നാടകം മാതിരി, നമ്മുടെ TV സീരിയൽ മാതിരി ഒരു സീരിയൽ അഭിനയം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഇസ്ലാമിക് റിസർച്ച് സെന്റർ റെയ്ഡ് ചെയ്തപ്പോ 6 പേരെ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ നിന്നാണ്. കേരള പോലീസ് ഉൾപ്പെടെ വാർത്തയായിട്ട് പുറത്തേക്ക് വന്നില്ല. അതും ഡിഫൻസ് ന്യൂസിലുണ്ട്. അത് മാത്രമല്ല, അയാളുടെ പീസ് TV ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും തീവ്രവാദത്തിനാണ്. ലോകാരാധ്യനും ബുദ്ധിജീവിയും ഭാരതീയ പൈതൃകത്തിന്റെ ഒടുക്കത്തെ വാക്കുമായിട്ടുള്ള സക്കീർ നായിക്കിന്റെ സകല സ്പീച്ചസും ഇസ്ലാം കൺട്രിയായ ബംഗ്ലാദേശ് നിരോധിച്ചു. അത് മാത്രമല്ല, സൗദി അറേബ്യയിൽ നിന്ന് അയാൾക്ക് ഇഷ്ടംമാതിരി പൈസ കിട്ടുന്നുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് ഇപ്പോ സക്കീർ നായിക് എന്ന മഹാരഥനും ബുദ്ധിജീവിയും പണ്ഡിതനും ഡോക്ടറും. ഭാരതത്തിലേക്ക് കാല് വെച്ചാൽ ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവും. കൂട്ടത്തിലുള്ളവരെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് പോകാൻ പോയത് ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യത്തിലേക്കാണ്. അവിടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു, അവിടേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ കൂടാനേ പറ്റുള്ളൂ. ഇങ്ങനെ ആരുടെയെങ്കിലുമെല്ലാം പ്രഭാഷണത്തിലെ ഓഡിയൻസിനെ എടുത്ത് തന്റെ പ്രഭാഷണത്തിലെ ഓഡിയൻസ് ആണെന്ന് പറഞ്ഞ് കാണിച്ച്, പിന്നെ യഥാർത്ഥത്തില് തന്റെയും പ്രഭാഷണത്തിലെ ഓഡിയൻസും പ്രഭാഷണവും കാണിച്ച് തനി തറ കാര്യങ്ങള്
ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഹിന്ദു ധർമ്മത്തിലെ ഏതെങ്കിലും ഒരു ഉപനിഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വരി എന്ന് പറയാ. ആരാ ഇത് അന്വേഷിക്കാൻ പോവുക? ഖുർആൻ എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത പ്രവാചകൻ എഴുതിയ ഒരേ ഒരു പുസ്തകം. അത് അറബികൾക്ക് വേണ്ടി എഴുതിയതാണ്. അതിൽ പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. അതിന് PhD വേണ്ട, MBBS MD ഒന്നും വേണ്ട. കാരണം ഒരു ശരിക്ക് അറബികൾ പണ്ട് ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ അവിടത്തെ മുതിർന്ന തലമുറ 10-60-70 വയസ്സായിട്ടുള്ള അറബികളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെത്ര പ്രാകൃതമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതേ സാധിക്കുള്ളൂ. വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഫ്യൂവലില്ല, കത്തിക്കാനില്ല, ഒട്ടകത്തിന്റെ ഇറച്ചിയും തിന്ന് മരുഭൂമിയിൽ കഴിയുന്നവർക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അത് സ്വാഭാവികമല്ലേ. അങ്ങനെ മരുഭൂമിയിൽ കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തെ കുറെ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എഴുതിയ പുസ്തകം അതാണ് ഖുർആൻ. അത് മാത്രമല്ല, അത് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത് തന്നെത്താനെ എഴുതാനും വായിക്കാനും അറിയുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. ഗബ്രിയേൽ മാലാഖ വന്ന് ആലിംഗനം ചെയ്തപ്പോഴാണ് എൻലൈറ്റൻമെന്റ് ഉണ്ടായതെന്ന്. ഗബ്രിയേൽ മാലാഖ വന്ന് ആലിംഗനം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? 1300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാലാഖ വന്ന് ആലിംഗനം ചെയ്യുമോ? തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത കുറെ മൗലവിമാരും മദ്രസയിലെ അധ്യാപകരും തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാകാൻ തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളുടെ തലയ്ക്കകത്ത് അവരുടെ അറിവില്ലായ്മ അടിച്ചു കയറ്റിയാൽ സ്വാഭാവികമായിട്ടും അന്ധേന നീയമാനഹ, കണ്ണു കാണാത്തവൻ കണ്ണു കാണാൻ പറ്റാത്തവനെ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന് മലയാളത്തിലൊരു വരിയുണ്ട്. പശുവാണ്, മൃഗമാണ്, അത് മുമ്പിൽ പോകുന്നതിന് പുറകെ ബാക്കിയുള്ളത് പോകും. അങ്ങനെ തലയ്ക്കകത്ത് ചിന്തിക്കാനും ബുദ്ധിയും വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ബോധവും ബുദ്ധിയും ഇല്ലാതെ മുണ്ടുപോലും കാൽമുട്ടിന്റെ താഴെ വരെ ഇറക്കാതെ പകുതി ഇടത്തോട്ട് മുണ്ടെടുത്ത്, കേരളത്തിൽ ഹിന്ദുക്കൾ വലത്തോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇവരെ ഇടത്തോട്ട് കൊടുത്ത്, തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ഇടത്തോട്ട് കൊടുക്കുന്നത് കൊണ്ട് വലത്തേക്ക് കൊടുത്ത്, അങ്ങനെ നിലനിൽക്കുന്ന ഈ നാട്ടിലെ സാംസ്കാരികമായിട്ടുള്ള പലതിനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും വേണ്ടി ബുദ്ധിയും വിവേകവും ഉദിക്കുന്നതിന് മുമ്പ് അത് രണ്ടും കാര്യമായിട്ടില്ലാതെ മറ്റു സ്ഥലത്ത് നിന്ന് ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എഴുതിയ പുസ്തകത്തിൽ നിന്ന് തനി തീവ്രവാദത്തിന് ആധാരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി പ്രവൃത്തികൾ ചെയ്ത് അതിന് പീസ് TV എന്നും ഇസ്ലാമിക് റിസർച്ച് സെന്റർ എന്നും പേര് കൊടുത്ത് ഒന്നും അറിയാത്ത മുസ്ലിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ അറിയുന്നവൻ, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവായി എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ, കാര്യമായിട്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദു ഗ്രന്ഥങ്ങളെ കുറിച്ചും അറിയാത്ത സ്ഥിതിക്ക് ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അതിലെ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വരി, 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വരി, 12-ാം അധ്യായത്തിൽ 5-ാമത്തെ വരി എന്നൊക്കെ പറയുമ്പോൾ കേട്ടു നിൽക്കുന്നവർക്ക് തരിപ്പ് തോന്നുന്ന വിധത്തിലൊരു വികാരം ഉണ്ടാക്കി ഇയാൾ അറിവുള്ളവനാണെന്നുള്ള ധാരണ പരത്തി കൂടെയുള്ള കുറെ മുസ്ലിങ്ങളെ കൈയടിച്ച് ഇയാളൊരു ഹിന്ദു ധർമ്മ പണ്ഡിതനും കൂടിയാണ്, തനിക്ക് പോയിട്ട് വെല്ലുവിളിച്ചൂടെ എന്ന് ചോദിക്കാൻ ഞാൻ എന്തിനാ ഈ പേരൂർക്കട മെന്റൽ ആശുപത്രിയിൽ കഴിയുന്ന കുറെ രോഗികളുടെ അടുത്ത് നിങ്ങൾ മാനസിക രോഗിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കാൻ പോകേണ്ട വല്ല ഉത്തരവാദിത്വം എനിക്കുണ്ടോ? ഇങ്ങനെ പൊളിച്ചടക്കുന്ന ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർ പൊളിച്ചെടുക്കുന്ന ജോലി ചെയ്യട്ടെ. ആ പൊളിച്ചടക്കുമ്പോൾ കിട്ടുന്ന ഓടും ഇഷ്ടികയും പട്ടികയും അതിന്റെ കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ട് അടുത്ത വീട് പണിയോ മറ്റോ ചെയ്യട്ടെ. ഞാൻ എന്തിനാണ് ഉത്തരം കൊടുക്കാൻ പോകുന്നത്? യഥാർത്ഥത്തില് ഈ പൊളിച്ചടുക്കാൻ ഇറങ്ങുന്നവരും മറ്റുള്ളവരും കുറച്ച് യുക്തിവാദികളുമായിട്ട് ചേർന്ന് ഏതെങ്കിലുമൊക്കെ കാര്യം പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലോകത്തിലെ ഏത് ഉജ്ജ്വല ഗ്രന്ഥമായാലും ഏത് ഉജ്ജ്വല മത നേതാവായാലും ആ മത നേതാവിന്റെ സ്വാധീനവും ഉജ്ജ്വലമായ ഗ്രന്ഥത്തിന്റെ സ്വാധീനവും ലോകമറിയുന്നത് ആ മത നേതാവിനെയും ആ ഗ്രന്ഥത്തെയും അനുസരിച്ച് ജീവിക്കുന്നവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ഞാൻ ശ്രീകൃഷ്ണന്റെ ആരാധകനാണെങ്കിൽ, വിഷ്ണുവിന്റെ ആരാധകനാണെങ്കിൽ, നബിയുടെ ആരാധകനാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ആരാധകനാണെങ്കിൽ, ഗുരുനാനാക്കിന്റെ ആരാധകനാണെങ്കിൽ, ബുദ്ധന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാതാ മൃദാനന്ദമയുടെയോ രവിശങ്കറിന്റെയോ ആരുടെങ്കിലൊക്കെ ആരാധകനാണെങ്കിൽ
ആ ഗുരുവിനെ ജനത അറിയുന്നത് ആരാധകരുടെ സ്വഭാവം കൂടി നോക്കിയിട്ടാണ്. ആരാധകരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. എല്ലാവരും ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് അല്ല കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഗ്രൂപ്പുകാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആചാര്യനെ കുറേയൊക്കെ വിലയിരുത്തുന്നത്. അതല്ലേ സത്യവും. അങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഈ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗദി അറേബ്യയിൽ ജനിക്കുകയോ മറ്റോ ചെയ്ത് 11 വയസ്സുകാരിയെ 57ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളുടെ ആ ദുഃഖം തീർക്കാനാണ് ഓരോരുത്തരെ കൂടുതലായിട്ട് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞ് ഉപദേശവും കൊടുത്ത് യുദ്ധത്തിൽ ആണുങ്ങൾ മരിക്കുമ്പോൾ സ്ത്രീകളുടെ വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറെ സ്ത്രീകളെ കെട്ടിക്കോളാൻ പറഞ്ഞ് ഇവിടുത്തെ ഒരു കവയത്രിയെയും കൂടി കെട്ടിയ ആളുണ്ട്. ആ കവയത്രിയോട് ചോദിച്ചു അത്രേ, ഫേസ്ബുക്കിൽ കണ്ടതാണ്, സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ ഈ വാർദ്ധക്യത്തിൽ കെട്ടാൻ പോകുന്ന ആൾക്ക് 3 ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതിനെന്താ, ഞാനും കൂടിയായ 4 ഭാര്യയാവും. ഒരാൾ അടുക്കളയിലെ കാര്യം നോക്കും, ഒരാൾ പൂന്തോട്ടത്തിലെ കാര്യം നോക്കും, ഒരാള് അതിഥിമാരെ വരുമ്പോ സ്വീകരിക്കും, ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തില് ഓരോ സ്ഥലത്തേക്കും പോയിട്ട് പ്രഭാഷണങ്ങൾ നടത്തും. അപ്പൊ 4 ഭാര്യയ്ക്ക് 4 ജോലിയായില്ലേ എന്ന് പറയിപ്പിച്ച ആ ഒരു സംസ്കാരത്തിന്റെ, ആ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ ഈ നാടിന് ചേരുന്നത് ഒന്നുമില്ല. മാത്രമല്ല, ആ മത നേതാവിന്റെയും മതഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും തീവ്രവാദം. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നല്ല അർത്ഥം. നിങ്ങൾ പഴയ ഹൈദരാബാദിൽ ചെല്ല, അഹമ്മദാബാദിൽ ചെല്ലി നോക്കാം, ജമ്മു കാശ്മീരിലെ കാശ്മീർ ഭാഗത്ത് ചെന്ന് നോക്കാം, ജമ്മു ശാന്തമാണ്. 100% ജമ്മു ശാന്തമാണ്. കാരണം 95% ഹിന്ദുക്കളാണ്. കാശ്മീരിൽ ചെന്ന് നോക്കാം. എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ ബംഗ്ലാദേശിൽ നോക്കാം. അതുപോലെ ചൈനയിലെ കുറെ പ്രോവിൻസുകളില് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ മുഴുവനും റംസാൻ നിരോധിച്ചിരിക്കുകയാണ് ചൈനീസ് ഗവൺമെന്റ്. കഴിഞ്ഞ ആഴ്ചയാണ് പാരീസിലെ 130 മോസ്കുകൾ അടച്ചത്. അത് ബുൾഡോസർ കൊണ്ട് തകർക്കാൻ പോവാണ്. എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് തീവ്രവാദം കാണാൻ സാധിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തീവ്രവാദം കാണിക്കുന്നു, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ കാണിക്കുന്നു, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ കാണിക്കുന്നു, ലോകത്തിലെ 69 മുസ്ലിം രാജ്യങ്ങളിലും കാണിക്കുന്നു. അത് ആ രാജ്യത്തിന്റെ കുഴപ്പമാണോ അവരനുശാസിക്കുന്ന പുസ്തകത്തിന്റെയും പ്രവാചകന്റെയും കുഴപ്പമാണോ? വെറുതെ ചിന്തിച്ചു നോക്കാം. പ്രവാചകൻ നല്ലവനും പുസ്തകം നല്ലതും ആയിരുന്നെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം എങ്ങനെ ഒന്നുകിൽ തീവ്രവാദത്തിന്റെ കൂട്ടത്തില്, അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില്, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. തീവ്രവാദിയായ യാക്കൂബ് മേമനെ വധിച്ചപ്പോ, നിയമപരമായിട്ട് സുപ്രീം കോടതി വിധി പ്രകാരം വധിച്ചപ്പോ 50,000-ഓളം മുസ്ലിങ്ങളാണ് പ്രൊസഷനിൽ വന്നത്. അപ്പൊ തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് അല്ലേ അത് തന്നെയല്ലേ ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്? എന്നിട്ട് ചത്തതാര അതേ അള്ളാഹുവിന്റെ മക്കള്. എത്ര മുസ്ലിമാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും ചത്തും ജീവിക്കുന്നേ? അതൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ, ആ മതത്തിന്റെ ചില കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ളത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ അള്ളാഹുവിനും പ്രവാചകനും ഖുറാനും ഒന്നും നിലനിൽക്കാൻ പറ്റില്ലേ? തന്നെത്താനെ നല്ല സാധനമാണെങ്കിൽ എന്തിനാ വേദത്തിനെ എടുക്കാൻ പോണത്? എന്തിനാ ഉപനിഷത്തിനെ എടുക്കാൻ പോകുന്നത്? ചാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവാതിരിക്കാം, ഇല്ലായിരിക്കാം. അതെടുത്തിട്ട് വേണോ സക്കീർ നായിക്കിന് സ്വന്തം മതത്തെ ന്യായീകരിക്കാൻ? അതായത് ഞാൻ ചീഞ്ഞ മത്സ്യത്തെ വിൽക്കുമ്പോ അതിന് ജസ്റ്റിഫിക്കേഷൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള നല്ല ആൾക്കാർ ഈ മത്സ്യമാണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് എന്റെ മത്സ്യം നല്ലതാണ് എന്ന് പറയുന്ന മാതിരി അല്ലേ ഇത്? തെറ്റുകളും ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യുന്നവരുടെ കൂട്ടത്തില് അറിയാതെ ഒരാൾ വന്ന് ചായ കുടിച്ചാല് അയാൾ എന്റെ കൂട്ടത്തിലാ ചായ കുടിച്ച, അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, ഔറംഗസീബിനും ഷാജഹാനും അക്ബർക്കും ഒക്കെ എത്രയാ ഭാര്യമാരുണ്ടായിരുന്നത് എന്നുള്ളത് ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. അതിൽ പന്നി പ്രസവിക്കുന്ന മാതിരി കുറെ എണ്ണങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. ഔറംഗസീബിന്റെ ഒരു മകള് കല്യാണം കഴിച്ചത് സംസ്കൃതം അറിയാവുന്ന ഒരാളെയാണ്. അയാളെ കൊണ്ട് ഔറംഗസീബാണ് ഈ ഭവിഷ്യ പുരാണത്തില് ഈ മുഹമ്മദ് നബിയെക്കുറിച്ചും ഈസാ മസീഹയെ കുറിച്ചും എഴുതിച്ചത്. ഒറിജിനൽ ഭവിഷ്യ പുരാണത്തിൽ അതില്ല.
അതെങ്ങനെ ഭവിഷ്യപുരാണത്തിൽ ഉണ്ടാവുക? ഭവിഷ്യപുരാണം എഴുതിയത് ഈ മുഹമ്മദ് നബിയും യേശു ക്രിസ്തുവും ജനിക്കുന്നതിന് മുമ്പാ. അപ്പൊ പിന്നെ എങ്ങനെയായാലും ഉണ്ടാവുക? അങ്ങനെ ഇവരെ കുറിച്ച് എഴുതിച്ച് ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്, മക്കയെ കുറിച്ച് പറയുന്നുണ്ട്, കൽക്കിയെ കുറിച്ച് പറയുന്നുണ്ട്, വീരപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, സദ്ദാം ഹുസൈനെ കുറിച്ച് പറയുന്നുണ്ട്, ഗദ്ദാഫിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒസാമ ബിൻ ലാദനും ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും വീരപ്പനും ഫൂലൻ ദേവിയും എല്ലാം അംഗീകരിച്ചു കൊള്ളണം നിങ്ങൾ എന്ന് പറയുന്ന മാതിരിയല്ലേ? ഇവരെ എന്ത് പൊളിച്ചടക്കിയാൽ ആർക്കാ എന്ത് നഷ്ടമാണ് ഉള്ളത്? ഇനി ഗോപാലകൃഷ്ണനെ പൊളിച്ചടക്കുകയോ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ പൊളിച്ചടക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ, അത് ഫലിച്ചിരുന്നു എങ്കിൽ ഉറപ്പിച്ചു പറയാം, ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തുന്ന ലിസ്റ്റ് ഈ ആഗസ്റ്റ് 15 വരെയുള്ള പ്രഭാഷണത്തിന്റെ ലിസ്റ്റ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 1,00,000 പേർക്ക് ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട്. അവിടെ എത്ര പേര് വീതം വരുന്നു നോക്കുക. ഗോപാലകൃഷ്ണനെ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകുന്ന ഒന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പറയുന്നതും ഗോപാലകൃഷ്ണനുമെങ്കിൽ ഈ മുമ്പിൽ രാത്രി 12 മണിക്കും 1000-2000 പേര് പ്രഭാഷണം കേൾക്കാൻ വരില്ല. ഉറപ്പാണത്. നിലനിൽക്കാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും. ആ കാലം അടിച്ചു തെറിപ്പിച്ചതാണ് ഇപ്പൊ സക്കീർ നായിക്കിന് ഒരു സ്ഥലത്തും ഇറങ്ങാൻ പറ്റാതെ വന്നിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പോലെ കൊടുത്തിരിക്കുന്നത്. കൂടെയുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനിലുള്ളവരെ അറസ്റ്റ് ചെയ്തത് പത്മശ്രീ കൊടുക്കാനായിരുന്നില്ല, ഭാരതരത്ന കൊടുക്കാനായിരുന്നില്ല. പീസ് TV എന്ന് പറഞ്ഞ് തീവ്രവാദവും മതപരിവർത്തനവും നടത്തിയ 777 പേരെയാണ്, അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മതം മാറ്റിയവരുടെ മൊത്തം കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല. പ്രവാചകന്റെ പുസ്തകവും പ്രവാചകന്റെ ജീവിത രീതിയും സക്കീർ നായിക്കിന്റെ ഉപദേശവും കേട്ട് ചെന്ന് ചാടി സ്വർഗത്തിലേക്ക് എത്തിയവർക്ക് രാത്രിയും പകലും അറിയാൻ പറ്റണില്ല. പച്ചയ്ക്ക് കഴുത്ത് കീറി കോഴിയെ കൊല്ലണമായി കൊല്ലാൻ പാകത്തിന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ പൊളിച്ചടുക്കല് അത് ഗോപാലകൃഷ്ണനോട് നടക്കില്ല സർ. ഈ ഭാരത മാതാവും ഭാരതത്തെയും കേരളത്തെയും മലയാളത്തെയും സ്നേഹിക്കുന്ന ആരും ഗോപാലകൃഷ്ണന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നുണ്ടായി എന്ന് വരില്ല, സാരമില്ല, ഉള്ളിടത്തോളം കാലം. ഇനി അധികം കാലമൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇനി സൂര്യൻ ഏതാണ്ട് 3 മണിക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എത്ര നേരമുണ്ട്? ഇനി കുറച്ചു കാലമല്ലേ ഉള്ളൂ. ആ കുറച്ചു കാലവും ഈ ദൗത്യം ചെയ്യുമ്പോൾ ഈ രാഷ്ട്രവും ഈ രാഷ്ട്രത്തിലെ ഋഷിവര്യന്മാരും ഗോപാലകൃഷ്ണന്റെ കൂടെ ഉണ്ടാവും. നിങ്ങളെ എന്ത് പൊളിച്ചടുക്കിയാലും പൊളിച്ചെടുക്കാൻ പറ്റില്ല. ആ പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വരികളൊക്കെ കേട്ട് അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. മറുപടി ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഒരു കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം. ഒരു പോലീസുകാരന് കള്ളന്റെ പുറകെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ എന്നുള്ള ഗതികേടുണ്ട്. നിങ്ങൾ കള്ളത്തരവും കരിഞ്ചന്തയും കള്ളനോട്ടും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള തീവ്രവാദവും മാത്രം ചെയ്ത് ശീലിച്ച കുറെ എണ്ണങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാദിച്ചുകൂടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞുകൂടെ? എന്നിട്ട് ഏത് ഗ്രന്ഥത്തിൽ അതുണ്ട്, ഇയാൾ അങ്ങനെയുണ്ട്, ഇതിങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൂടെ? അതിൻ്റെയൊക്കെ പുറകിൽ ഉത്തരം പറയാൻ പോകാൻ എനിക്ക് വേറെ പണിയില്ലെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങൾ എന്ത് പൊളിച്ചടക്കിയാലും നിങ്ങളുടെ കൂട്ടത്തില് കുറെ യുക്തിവാദികളും ഉണ്ടാവും. അവരുടെ ഉപജീവന മാർഗം ഉന്മൂലനാശനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് യുക്തിവാദികൾ. ഇവിടെ യുക്തിവാദികളും നിരീശ്വരവാദികളായിട്ടുള്ള കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതുങ്ങൾ മുഴുവനും അമ്പലത്തിലും നാരീപൂജയ്ക്കും ചക്കുളത്തുകാവിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. മാറും. യുക്തിവാദികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് സി രവിചന്ദ്രൻ പ്രൊഫസർ പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണത്തിൽ 1500 പേര് ഇരിക്കുമ്പോൾ എന്റെ പ്രഭാഷണത്തിൽ 15 പേരേ ഉള്ളൂ എന്ന് അദ്ദേഹം കോഴിക്കോട് എന്ന് പറഞ്ഞു എന്ന് കേട്ടു. സത്യമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് നുണയാണെന്ന് പറഞ്ഞെന്ന് വരും. ഏതായാലും അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാം വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. എന്റെ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശങ്ങളാണ് യുക്തിവാദികൾ കൊടുക്കുന്നതെങ്കിൽ ആൾക്കാർ ഇത്ര കുറഞ്ഞു പോകുന്നു. പിന്നെ പാർട്ടിക്കാർ പറഞ്ഞാൽ ആൾക്കാർ വരാതിരിക്കില്ല. നാളെ മുതൽക്ക് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറയരുതെന്ന് പറഞ്ഞ് പാർട്ടിക്കാർക്ക് കാശ് കൊടുക്കുകയോ പാർട്ടിക്കാരോട് റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്വാമിമാരുടെ പ്രഭാഷണം കേൾക്കാനും ആൾക്കാർ പാർട്ടിക്കാരെ അയച്ചു തരും. അതുപോലെയല്ലെന്നു ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ നമ്മുടെ പ്രഭാഷണത്തിന് ആൾക്കാർ വരുന്നത്. വരണമെന്ന് നിർബന്ധിക്കാറ് പോലുമില്ല. ഏത് ഗ്രാമത്തിലും വരുന്നുണ്ട്. എന്റെ ജോലി അവരെ മതം മാറ്റലല്ല. എന്റെ ജോലി നിങ്ങളെ സക്കീർ നായിക്കിനെ പോലെ ഉള്ളവരും പിന്നെ മതപരിവർത്തനം നടത്തുന്ന കുറെ ടെലി ഇവാഞ്ചലിസ്റ്റുകളെ പോലെയുള്ള തീവ്രവാദികൾ പറയുന്നത് തെറ്റാണെന്ന് അറിയിക്കുക. ഒന്നേ ഉള്ളൂ, വിളമ്പിക്കൊടുക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിൽ വിളമ്പിക്കൊടുക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിൽ ആ വിളമ്പിക്കൊടുക്കുന്നതിന് പാത്രം നീട്ടുന്നവരോട് പറയുക, വിളമ്പി തന്നതെല്ലാം കഴിക്കല്ലേ എന്ന്. അതേ എന്റെ ജോലിയുള്ളൂ. വിളമ്പിക്കൊടുക്കുന്നവനെ ശരിയാക്കൽ എന്റെ ജോലിയല്ല. അയാൾ ജന്മനാൽ തീവ്രവാദിയാ. അയാളോട് സംവാദം ചെയ്തിട്ടോ അയാളെ പഠിപ്പിച്ചിട്ടോ
അയാളെ അംഗീകരിപ്പിച്ചിട്ടോ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും നേടാനില്ല, പ്രവർത്തനത്തിന് ഞാൻ ഒരിക്കലും പോവില്ല. ഏത് സ്വാമി പോയിട്ടുണ്ടെങ്കിലും പരമപൂജനീയ കൊളത്തൂർ ആശ്രമത്തിലെ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. ഞാൻ സയൻസ് പറയുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടാ പറയുന്നത്, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതിൽ കുറെ പേർക്ക് വേദന തോന്നിക്കഴിഞ്ഞാൽ അത് അവർക്ക് ജന്മം നൽകിയ അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. ഈ രാഷ്ട്രത്തിന്റെ നന്മകളും അഭിമാനമുണ്ടാക്കുന്ന കാര്യങ്ങളും ലോകം അംഗീകരിച്ചതാ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ ഒരു വലിയ സമൂഹം ശാസ്ത്രജ്ഞന്മാർ ഗോപാലകൃഷ്ണന്റെ കൂടെയുണ്ട്. ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ ബഹുമാനിക്കുന്നു എങ്കിൽ എന്റെ ശരീരത്തിന്റെ ഉയർച്ചയും താഴ്ചയും ചെസ്റ്റളവും കണ്ടിട്ടല്ല, പറയുന്ന വാക്കുകളുടെ മൂല്യം കണ്ടിട്ടാണ്. ഇന്നലെ യേശുദാസിന്റെ കൂട്ടത്തിൽ 25 വർഷമായിട്ട് പോകുന്ന ഒരു വ്യക്തി എന്റെ പ്രഭാഷണം കേൾക്കാൻ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ കൈമനത്ത് വന്നിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, 10,000 വ്യക്തികൾക്കാ സാറേ ഞാൻ സാറിന്റെ CD കൊടുക്കുന്നത്. എന്ത് സന്തോഷത്തോടുകൂടി അവർ വാങ്ങിക്കുന്നതെന്ന് അറിയാമോ? അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി ഉണ്ടെന്ന് ക്രിസ്ത്യാനിയായി അദ്ദേഹം പറയുകയുണ്ടായി. എനിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ്റെത് അല്ല ഇത്, ഞാനൊരു മൈക്ക് സെറ്റ് മാത്രമാണ്, നിമിത്ത മാത്രം ഭവ സവ്യസാജിൻ, ഞാനൊരു ഉപകരണം മാത്രമാണ്. ഈ നാടിന്റെ പൈതൃകത്തെ അവർ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ എന്റെ മാനേജ്മെന്റ് വിഷയത്തിലുള്ള ഡിഗ്രി എടുത്തതിന്റെ അറിവും ശാസ്ത്ര വിഷയത്തിലുള്ള അറിവും ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. KSRTC വണ്ടിയും ട്രെയിനും വിമാനവും പോകുമ്പോൾ യാത്രക്കാർ കയറണമെന്ന് നിർബന്ധിക്കാറൊന്നുമില്ലല്ലോ. KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും ട്രെയിനിലെ ഡ്രൈവറും കണ്ടക്ടറും പറയാറുണ്ടോ ഈ തിരുവനന്തപുരത്തെ ആൾക്കാർ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിൻ പൂട്ടുമെന്ന്? ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കണമെന്നോ സ്വീകരിക്കണമെന്നോ ഞാൻ നിർബന്ധിക്കാറില്ല. ഞാൻ പറയുന്നു, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ മനസ്സിൽ വെക്കല്ലേ ഞാൻ പറയാറുണ്ട്. നമ്മുടെ രാഷ്ട്രവും നമ്മുടെ ധർമ്മവുമാണ് മനസ്സിൽ വെക്കേണ്ടത്. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, വികാരത്തോടുകൂടി പറയുന്നത് എന്തിനാണ്? ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ പറയാ. ഡോക്ടർ ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോട് തിരിച്ചുകൊണ്ട് കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കുന്ന മാതിരിയാ ഓപ്പറേഷൻ നടത്തണമെന്ന് രോഗിയോട് പറയുക. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ രീതിയുണ്ട്, നല്ല ഒരു പ്രഭാഷണം നടത്തുന്നവൻ പറയുന്നതിന് അതിന്റെ രീതിയുണ്ട്. വെല്ലുവിളിക്കാനും എതിർക്കാനും വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വികാരം ഉണ്ടാവണം. അതാണ് ശരിക്കും മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് എന്റെ ജോലി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ലോകത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കലാണ്. തനി പ്രാകൃതരായ ആരുടെയെങ്കിലുമൊക്കെ ആലിംഗനം കൊണ്ട് ബുദ്ധി കിട്ടിയ എഴുതാനും വായിക്കാനും അറിയാത്ത ഋഷിവര്യന്മാരല്ല ഇതൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ ആചാര്യനായ ശ്രീകൃഷ്ണനും ശ്രീരാമനും പോലും ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ച ആളാണ്. സാന്ദീപനി മഹർഷിയുടെ ശിഷ്യൻ ശ്രീകൃഷ്ണൻ, വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യൻ ശ്രീരാമൻ. അങ്ങനെ ഏത് ആചാര്യന്മാർക്കും അവതാരങ്ങൾക്കും ഗുരുക്കന്മാരുണ്ട്. ഗുരു ഇല്ലാതെ പഠിച്ച് അന്നന്ന് കണ്ണിൽ കണ്ടതും ചെവിയിൽ കേട്ടതും പഠിച്ച് അവനവന് ഇഷ്ടമുള്ള മാതിരിയൊക്കെ എഴുതി വെച്ചതിനെ അനുശാസിക്കാൻ പോയാൽ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് തീവ്രവാദം ഉണ്ടാക്കിയത് ആ മതം ഉണ്ടാക്കിയ ആള് തന്നെയാണ്. അന്നും കൊന്നും കൊലവിളിച്ചുമാണ് മതം പ്രചരിപ്പിച്ചത്. ഇന്നും കൊന്നും കൊലവിളിച്ചും കഴുത്ത് പച്ചക്കറുത്തും ഒക്കെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ടെലി ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് ഭാരതീയരും പുറത്തുള്ളവരും പറയുന്ന, ലോകം മുഴുവനും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നിരോധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംവാദത്തിലൂടെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ, അതല്ല അവരുടെ കൂട്ടത്തിലുള്ള അനുയായികൾ പറയുന്ന പൊളിച്ചടക്കലില്ലാതെ അത് തിരിച്ച് നിർമ്മിക്കണമെന്ന് പറയാനോ ഗോപാലകൃഷ്ണൻ ആരാണ്? അതുകൊണ്ട് ഓർമ്മിക്കുക, എന്റെ ജോലി അല്ലാതെ കൊടുക്കുന്നവൻ എന്തു കൊടുത്താലും എടുക്കുന്നവൻ ശ്രദ്ധിച്ചെടുക്കണമെന്ന് പറയലും മാത്രമേ എന്റെ ജോലിയുള്ളൂ. അത് ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യും. അത് ഭാരതത്തിന്റെ സംസ്കാരം പഠിച്ച് ഭാരതത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാനുള്ള യജ്ഞത്തില് ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടലല്ല എന്റെ ജോലി. നിങ്ങൾക്കുടെ ജോലി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടുക, ക്രിസ്ത്യാനികളുടെ മുസ്ലിമിന്റെ എണ്ണം കൂട്ടുക. അത് ഇല്ല. ഹിന്ദു ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളിവിടെ ഉണ്ടാവുകയില്ല. അത് തന്നെ ഓർമ്മിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഇന്ന് ലോകം മുഴുവനും ഹിന്ദു ധർമ്മം പ്രചരിക്കുന്നത് ടെലി ഇവാഞ്ചലിസ്റ്റിലൂടെ അല്ല. ഒബാമ മുതൽക്ക് വൈറ്റ് ഹൗസില് വേദം വായിക്കുന്നതും ദീപാവലി ആഘോഷിക്കുന്നതും അമേരിക്കൻ പാർലമെന്റ് വേദമന്ത്രം ചൊല്ലി ആ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതും ഒന്നും ഇവിടുത്തെ വത്തിക്കാനിലെ ബിഷപ്പോ അല്ലെങ്കിൽ സക്കീർ നായിക്കിനെ പോലെയുള്ള തീവ്രവാദികളുടെ ഉപദേശമോ ഭീഷണിയോ കൊണ്ടല്ല, നന്മ നിറഞ്ഞതാണെന്ന് ലോകം അംഗീകരിച്ചത് കൊണ്ടാണ് ഇന്റർനാഷണൽ യോഗ സ്വീകരിച്ചതും ഭാരതത്തിലെ വേദം വേൾഡ് ഹെറിറ്റേജിന്റെ ഭാഗമാക്കിയതും അതേപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിംഗ് പോലെയുള്ളതെല്ലാം ലോകം സ്വീകരിക്കുകയും ചെയ്യുന്നതിന്
കുറെ പേര് ഭീഷണിപ്പെടുത്തിയിട്ടോ കഴുത്ത് പച്ചയ്ക്ക് മുറിച്ചിട്ടോ കൊലവിളിച്ചിട്ടോ തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടോ അല്ല എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പൊളിച്ചടുക്കുന്നവരത് ചെയ്യട്ടെ. ആ പൊളിച്ചടുക്കിയതാണ് പ്രകൃതിയുടെ നിയതിയെങ്കിൽ അത് നല്ല രീതിയിൽ പൊളിച്ചടുക്കൽ നടക്കട്ടെ. ഗോപാലകൃഷ്ണൻ പറയുന്നത് ആണ് സമൂഹത്തിൽ നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കട്ടെ. ഏതായാലും ഈ പ്രഭാഷണത്തോടൊപ്പം സക്കീർ നായിക്കിനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടി ലിങ്ക് തരാം, അതുകൂടി നോക്കുക. വീണ്ടും വീണ്ടും ഒരേ കള്ളന്റെ പുറകെ ഒരേ പോലീസിനും പോലീസ് ഇൻസ്പെക്ടർക്കും IG-ക്കും പോവേണ്ട ഗതികേട് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പൊളിച്ചടക്കലിന് മറുപടി കൊടുക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല. പ്രണാമം, നമസ്കാരം.